ശരി, നമുക്കിനി ഈ വിവാദങ്ങളിലേക്ക് പോകാൻ തോന്നുന്നു. വിവാദങ്ങളിൽ രണ്ടു കൂട്ടർക്കും വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ബിന്ദുകൃഷ്ണയ്ക്ക് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്ന രീതിയിലൊരു പരിഹാസം കേട്ടുകൊണ്ടിരിക്കുന്ന സമയം കൂടിയാണല്ലോ. അതിൽ യാഥാർത്ഥ്യമുണ്ടല്ലോ. പ്രധാനപ്പെട്ട നേതാക്കളുടെ മക്കൾ തന്നെ പോകുന്നു. ഇപ്പോൾ പത്മജ പോയ ഘട്ടത്തിൽ പത്മജ പോയതിനെ ബിന്ദുകൃഷ്ണ വിമർശിക്കുന്നു. അപ്പോൾ പറയുന്നവിടെ ED റെയ്ഡ് നടത്തിയത് കൊണ്ടാണ് ഭയന്നിട്ട് പോയതാണെന്ന് പറഞ്ഞു. തൊട്ട് പിന്നാലെ K. സുരേന്ദ്രൻ പറയുകയാണ് അങ്ങനെയാണെങ്കിൽ ആ പറഞ്ഞ ആളും സമീപിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയും. എന്താണ് അതിന്റെ യാഥാർത്ഥ്യം? എങ്ങനെ ഇങ്ങനെ നട്ടാ കുരുക്കാത്ത കള്ളം പറയാൻ പറ്റുന്നു? ഞാൻ ശരിക്കും അവർ ബന്ധപ്പെട്ടിരുന്നു. അവരെല്ലാവരും ജീവിതത്തിൽ ഇന്നുവരെ എന്നെ വിളിച്ചിട്ടുണ്ട്. എന്നെ ആരും വിളിച്ചിട്ടുമില്ല. എനിക്ക് തോന്നുന്നില്ല എന്നെ മറ്റൊരു പാർട്ടിയിലേക്ക് ക്ഷണിക്കാൻ ധൈര്യമുള്ള ഒരാള് കേരളത്തിലെ രാഷ്ട്രീയത്തിലുണ്ടെന്ന് തോന്നുന്നില്ല. അത്രമേൽ ആശയ ദൃഢതയും വ്യക്തിത്വവും ഉള്ള ഒരാളെന്ന നിലയിൽ തന്നെയാണ് ഈ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നത്. അങ്ങനെ ഒരു ഭാഗ്യാന്വേഷിയായിട്ട് നടക്കുന്ന ഒരാളല്ല. ഞാൻ എൻ്റെ പാർട്ടിയിൽ ഓർമ്മ വെച്ച കാലം മുതൽ പ്രവർത്തിക്കുന്നതാണ്. മരിക്കുന്നതേ അത് പ്രവർത്തിക്കണമെന്ന് കൃത്യമായ ബോധ്യമുള്ള ആൾ. അതുകൊണ്ട് ആരും എന്നെ ഇന്നുവരെ സമീപിച്ചിട്ടില്ല. ഞാൻ ചോദിക്കുന്നത്, ബിന്ദുകൃഷ്ണ ആയാലും ഷാനിമോൾ ഉസ്മാൻ ആയാലും നിങ്ങൾ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച് കാണിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് അങ്ങനെ കുടുംബപരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയൊന്നല്ലല്ലോ. നിങ്ങളായിട്ട് പ്രവർത്തിച്ച് വന്നതാണ്. കോൺഗ്രസ് ആയിരിക്കാം, പക്ഷെ ഞാൻ പറയുന്നത് അങ്ങനെ അറിയപ്പെടുന്ന വലിയ നേതാക്കളുടെ മക്കളുള്ള ഒരു തണലല്ലോ വന്നത്. നിങ്ങൾ അങ്ങനെ വന്നവരാണ്. അപ്പോൾ അപ്പുറത്ത് ഇപ്പോൾ പത്മജയുടെ കാര്യം പറയുകയാണെങ്കിലും കരുണാകരൻ്റെ മകൾ എന്ന നിലയ്ക്കുള്ള പലതവണ സീറ്റ് കൊടുക്കുന്നു, പ്രധാനപ്പെട്ട മണ്ഡലം തന്നെ കൊടുക്കുന്നു. അവിടെ പരാജയപ്പെടുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം. പരാജയപ്പെടുത്തിയാണെന്ന് അവർ പറയുന്നു, പക്ഷേ അവിടെ സീറ്റ് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ പല പൊസിഷനിലും അവർ ഇരുന്നിട്ടുണ്ട്. ഇത്രയൊക്കെ ചെയ്തിട്ടും അപ്പുറത്ത് എന്ത് വാഗ്ദാനമാണ് ഇപ്പോഴും അറിയാത്തൊരു വാഗ്ദാനം അവിടെ കിടക്കുന്നുണ്ട്. അങ്ങോട്ട് പോകാൻ തയ്യാറാവുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നവരെയാണ് പാർട്ടിയും വിലമതിക്കേണ്ടതെന്നൊരു തിരിച്ചറിവിലേക്ക് കോൺഗ്രസ് എത്തിയിട്ടുണ്ടോ? ഏത് പ്രസ്ഥാനത്തിലായാലും ആ പ്രസ്ഥാനത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് കർമ്മനിരതരായി നിരന്തരമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർക്ക് അതിൻ്റേതായ അംഗീകാരം കൊടുക്കേണ്ടത് പാർട്ടിയുടെ കടമയാണ്. ഞാനന്ന് സൂചിപ്പിച്ച കാര്യം എനിക്ക് കൃത്യമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ചുമ്മാ ആരെങ്കിലും പറയുന്ന ഗോസിപ്പുകളുടെ അടിസ്ഥാനത്തിലൊന്നും പറയുന്നവരല്ല നമ്മൾ. കൃത്യമായ ബോധ്യമുണ്ടായിട്ട് തന്നെയാണ് പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട് ശ്രീ K. സുരേന്ദ്രൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് മാത്രമേ അറിയൂ. അതായത് ഈ കാടടച്ച് വെടി വെച്ച് ഉണ്ടയില്ല വെടികളൊക്കെ വെച്ച് സന്തോഷിക്കുന്ന ഒരാൾ അതുകൊണ്ടായിരിക്കും.